ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ഗൈഡൻസ് മെസ്സേജ് ഞാൻ എടുക്കും, അത് ലാസ്റ്റിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ആക്ച്വലി 2 ദിവസം ഉണ്ട് ശരിക്കും. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇട്ടേക്കാം വീഡിയോ എന്ന് വിചാരിച്ചു. നമ്മുടെ ഫുൾ മൂൺ ഉണ്ട്, പൗർണമി. ഓക്കെ, പൗർണമി, അതും ഇത് പിങ്ക് ഫുൾ മൂൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, പിങ്ക് മൂൺ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഈ ലൈറ്റിൻ്റെ ഒരു നമ്മൾ എന്താ പറയുക, ഈ സമയത്ത് ശരിക്കും ഇവിടെ സ്പ്രിങ് സമയമാണ്. US നാട്ടിലും നമ്മൾ സ്പ്രിംഗ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം, പക്ഷെ നമുക്ക് സമ്മറാണ് കുറച്ചുകൂടി നമ്മൾ പറയാറ്. ബട്ട് ഇവിടെ ഞങ്ങൾക്ക് സ്പ്രിംഗ് സീസൺ ആണ്. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ സമയത്ത് ഇവിടെ പൂക്കളൊക്കെ വരുന്ന സമയമാണ്. ഇതുവരെ വിൻ്റർ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ വിൻ്റർ സമയത്ത് എല്ലാം ശരിക്കും ഇവിടെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ശരിക്കും മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലവരുടെയും പിക്ചേഴ്സൊക്കെ കണ്ടു കാണും ചിലപ്പോൾ. മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് നമുക്ക് സാധാരണ ഇവിടെ മരത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഫുൾ വെറും വടി പോലെ മാത്രമേ കാണുള്ളൂ. ഉണങ്ങിയ മരങ്ങളാണെന്ന് നമുക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ മരിച്ച മരങ്ങളാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അത്രയും ഒന്നും ഉണ്ടാവില്ല, ഒരു ഇല പോലും നിൽക്കുന്നുണ്ടാവില്ല. പക്ഷെ ചില മരങ്ങളിൽ ഇല നിൽക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ ഉണ്ട്. പക്ഷെ കൂടുതലും കാണുന്നത് ഇവിടെ എല്ലാ ഇലയും കൊഴിഞ്ഞു പോകും ഫോൾ സമയത്ത്. അതായത് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ സമയമാകുമ്പോഴേക്കും എല്ലാം കൊഴിഞ്ഞു പോകും, എന്നിട്ടൊന്നും ബാക്കി ഉണ്ടാവില്ല. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ജീവൻ വെക്കുന്ന പോലെയാണ്. അത് സ്പ്രിംഗ് സീസണിൽ നമ്മളിവിടെ ശരിക്കും ഒരു പുതിയ ജീവൻ വരുന്ന പോലെയാണ്. ഇപ്പോൾ ഇവിടെ പുറത്ത് ഞാൻ ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്നോ വീണ് കിടന്ന് വെള്ളയായിട്ടൊക്കെ കിടക്കുമായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചു പോകും. ഒരു കളറ് കാണാൻ നമ്മൾ കൊതിച്ചു പോകുമെന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, അതൊക്കെ ശരിക്കും നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ ശരിക്കും അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും ഒരു ഡ്രൈ സീസണാണ് വിൻ്റർ ഇവിടുത്തെ. പിന്നെ ഇപ്പോൾ മെല്ലെ ഒന്ന് മരങ്ങളിൽ ഒന്ന് പച്ചക്കളർ വരാൻ തുടങ്ങി. കുറച്ച് ആക്ച്വലി പച്ചക്കളറല്ല ഇപ്പോൾ വരുന്നത്, ആദ്യം പൂക്കളാണ് വരിക, പിന്നെയാണ് ഇലകൾ വരിക. ഓക്കെ, സോ ഇപ്പോൾ പൂക്കൾ വരാൻ തുടങ്ങിയ സമയമാണ്. ചില സ്ഥലത്ത് പിങ്ക് കളർ, ഇവിടെ ആക്ച്വലി പിങ്ക് കളർ ഫ്ലവേഴ്സ് ഇവിടെ വളരെ ഫേമസ് ആണ്. സോ അതൊക്കെ വരുന്ന ഒരു സമയമാണിത്. ഓക്കെ, ആൻഡ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഈ മൂണിനെ പിങ്ക് മൂൺ എന്ന് വിളിക്കുന്നത്. കാരണം സ്പ്രിങ്ങിൻ്റെ ആദ്യത്തെ മൂണാണ്. ആൻഡ് എവിടെയോ ശരിക്കും ഒരു കളർ ലേശം അതുണ്ട് കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പറയില്ലേ നിഴലടിക്കുന്നതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ വരുന്നതിൻ്റെയൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ഓക്കെ, ബട്ട് ആ ഫുൾ മൂൺ പിങ്ക് കളർ മൂൺ എന്നാണ് വിളിക്കുക, പിങ്ക് മൂൺ എന്ന് വിളിക്കും. പിങ്ക് ഫ്ലവേഴ്സ് ഇവിടെ വളരെ ഫേമസ് ആണ്. സോ അതിൽ ഒരു ഫ്ലവർ ഉണ്ട്, അതിൻ്റെ പേര് ഒരു വൈൽഡ് ഫ്ലവർ എന്നാണ്. അതായത് നമ്മുടെ ചെടി പോലെ, ഇങ്ങനെ കാട്ടുചെടി പോലെ വളരുന്ന ഒരു പൂ ഉണ്ട് എന്ന് പറയും. അതിൻ്റെ പേര് ഫ്ലോക്സ് ആണ്, PHLOX, അറിയാൻ താല്പര്യമുള്ളവർക്ക്. സോ ഫ്ലോക്സ് എന്ന് പറയും. ആ പൂവിൻ്റെ ഒരു കളറാണ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ അത് വളരെ ഈ ഒരു സമയത്താണ് അത് വരിക. ബാക്കി സമയങ്ങളൊന്നും അത് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ആ ഒരു പൂവിൻ്റെ ഒരു കളർ എന്ന രീതിയിൽ പിങ്ക് മൂൺ എന്ന് വിളിക്കുന്നുണ്ട്. സോ അത് നോർത്ത് അമേരിക്കയിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക എന്നാണ് പറയാം. സോ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് പിങ്ക് മൂൺ. ഓക്കെ, മാത്രമല്ല ആക്ച്വലി ഈ സമയത്ത് അത് വലുതായിട്ട് കാണുകയും ചെയ്യും. പിങ്ക് മൂണ് ശരിക്കും വളരെ വലുതായിട്ട് കാണും. ഫുൾ മൂൺ വളരെ വലുതായിട്ട് നമുക്ക്, അതായത് ഭൂമിയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന സമയമാണ്. സോ അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് കൂടുതലായി തോന്നും. സോ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ശരിക്കും പെട്ടെന്ന് കാണാൻ സാധിക്കും. ആൻഡ് വളരെ ലൈക്ക് ആ കളറൊക്കെ കുറച്ചുകൂടി അറിയുന്ന തരത്തിലായിരിക്കും. ഓക്കെ, ആൻഡ് ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഭൂമിക്ക് അടുത്ത് വരിക എന്ന് പറയുമ്പോൾ, ഓക്കെ, ഫുൾ മൂണിൻ്റെ എന്താണ് നമ്മൾ എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ വീഡിയോയിലും ഒന്നുകൂടി എടുത്ത് പറയുന്നു. കുറേ മുമ്പൊക്കെ നിങ്ങൾ കണ്ടവർക്ക് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ഫുൾ മൂൺ ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ രണ്ടും, അമാവാസിയും സ്പെഷ്യലാണ്, പൗർണമിയും സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ മൂൺ ആണ് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എന്താ പറയുക പ്ലാനറ്റ്. ഓക്കെ, ഒരു ഗ്രഹം. ഈ മൂണിൻ്റെ അനുസരിച്ച് നമ്മളുടെ മൂഡ് മാറിക്കൊണ്ടിരിക്കും, നമ്മളുടെ ഇമോഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറയണം ഞാൻ. കേട്ട് അറിഞ്ഞവർക്ക് ഓക്കെ വിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, സോ മൂണ് വലുതാവും ചെറുതാവും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇമോഷൻസിൽ മാറ്റങ്ങൾ വരും, നിങ്ങളുടെ മൂഡ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ പ്രത്യേകിച്ച് പൗർണമി സമയത്ത് നിങ്ങൾ വളരെ ലൈക്ക് ആക്ച്വലി ഇമോഷൻസ് മേലെ വരും എന്നാണ് അർത്ഥം. ഓക്കെ, ഫുൾ ആൻഡ് അമാവാസി സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആവും. അതായത് ഒരുപാട് വിഷമങ്ങൾ ഫീൽ ചെയ്യും, സങ്കടങ്ങൾ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സമയമാണ്. ഫുൾ മൂണിലും ഉണ്ടാവും അത്. ഫുൾ മൂണിൽ എന്ത് കാര്യം, ഓക്കെ, നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, എന്ത് കാര്യമുണ്ടോ, അതായത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഫീൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ ആ വിഷമം നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യും. സോ ഈ സമയത്ത് നിങ്ങൾ എന്ത് ഇമോഷൻസിലാണോ ഇരിക്കുന്നത്, ആ ഇമോഷൻസ് ഇപ്പോൾ ഏറ്റവും ഹൈറ്റ് ആയിട്ട് വരുന്ന ഒരു സമയമായിരിക്കും ഫുൾ മൂണിൻ്റെ സമയത്ത്, പൗർണമി സമയത്ത്. അതേപോലെ
ന്യൂ മൂൺ അമാവാസി സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഡിപ്രഷനിലേക്ക് പോകും. ഓക്കെ, വളരെയധികം സങ്കടം വന്ന് ഒരുപാട് കരഞ്ഞു തീർക്കുന്ന സമയങ്ങളായിരിക്കും. ഓക്കെ, അതേപോലെ എന്താ പറയുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് ലേശം താഴേക്ക് വലിക്കും ആ ഒരു സമയത്ത്. ഓക്കെ, സോ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്ങിലേക്കൊക്കെ പോകുന്ന സമയമാണ് ഈ അമാവാസി സമയങ്ങളൊക്കെ. ഒന്നാമത് ഇരുട്ട് അല്ലേ, നമുക്ക് വെളിച്ചമില്ലാത്തതിൻ്റെ തന്നെ ശരിക്കും നമ്മുടെ ബോഡി ഇതിനൊക്കെ റിയാക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ അതുകൂടി ഞാൻ സയൻറ്റിഫിക്കലി കൂടി പറയും, ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ദേഹം, നമ്മുടെ ബോഡിയിൽ ഫുള്ള് വെള്ളമാണ് കൂടുതൽ. ബോഡി ഈസ് മെയ്ഡ് ഓഫ് മോർ വാട്ടർ. ഓക്കെ, അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ കടലുമായിട്ട് സങ്കല്പിക്കാം. കടലും ഈ മൂണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കും. മൂണിൻ്റെ എനർജി കൊണ്ടാണ് മറ്റേ നമ്മുടെ ഹൈ ടൈഡ് ലോ ടൈഡ് എന്താ പറയുന്നത്, വേലിയേറ്റവും വേലി ഇറക്കും അല്ലേ, വേലിയേറ്റവും വേലി ഇറക്കും വരാറുള്ളത്. സോ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള വെള്ളം ഓക്കെ ഈ മൂണിൻ്റെ എനർജിക്ക് അനുസരിച്ച് മേലെയും താഴെയും ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഇമോഷൻസും മാറും എന്ന രീതിയിലാണ് പറയാം. ഓക്കെ, ആൻഡ് ഇതൊക്കെ സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ വെറുതെ പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സ്പിരിച്വൽ കാര്യം മാത്രമല്ല, സയൻറ്റിഫിക്കലി കൂടി ഉള്ളതാണ്. ഓക്കെ, സോ ഈ മൂണിൻ്റെ എനർജി നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഇമോഷണൽ ആയ വ്യക്തികൾക്ക്. ഞാനിന്ന് തുടങ്ങി വന്നത് ആക്ച്വലി ആ ഒരു ഫ്ലോയിലല്ല പോയി, ഞാൻ പറഞ്ഞു വന്ന മൂണിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ഇമോഷൻസിലേക്ക് ഞാൻ എത്തി ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടാരോ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ മൂണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാറുണ്ട് നമ്മൾ. ഓക്കെ, അത് നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കി പല കാര്യങ്ങളും ഞങ്ങൾ മെത്തേഡായിട്ടൊക്കെ ചെയ്യാറുണ്ട്, ഹീലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൗർണമി സമയത്ത് നിങ്ങൾക്ക് ഇമോഷൻസ് വളരെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഫീൽ ചെയ്യും. കുറച്ച് രണ്ടും ഫീൽ ചെയ്യാം, ലൈക്ക് ഹാപ്പി ആയിട്ടും ഫീൽ ചെയ്യാം, സാഡായിട്ടും ഫീൽ ചെയ്യാം, എന്തും ആവാം. ചിലപ്പോൾ ദേഷ്യങ്ങൾ കൂടുതൽ വരും. പൗർണമി സമയത്ത് അതൊക്കെ ഉണ്ട്, ദേഷ്യങ്ങൾ കൂടുതൽ വരിക, നമുക്ക് ഒരുപാട് അപ്സെറ്റ് ആവും നമ്മൾ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ മേലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ മേലെ വരുന്നത്. നമുക്ക് അതിനോടെങ്കിലും വല്ലാത്ത ഒരു വെറുപ്പ് തോന്നുന്നു, ദേഷ്യം തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അത് നിങ്ങളെ എവിടെയോ നിങ്ങൾക്കത് നല്ലതല്ല എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വിട്ട് കളയേണ്ടതുണ്ടാവും. ചില കാര്യങ്ങൾ, സത്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ സൈക്കിൾസിൻ്റെ കാര്യമാണ് ഇതൊക്കെ പറയുന്നത്. എന്തായാലും ശരി, ഈ ഇമോഷൻസ് മേലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഈ ഫുൾ മൂൺ സമയത്ത് മെയിൻലി നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്സിലാണ് ഇത് കൂടുതൽ തോന്നുക, അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക്, അതായത് ഈവൻ ജോലിയുടെ ആയാലും ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫാമിലിയിൽ പലരുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളത്, അതൊക്കെ ഈ സമയത്ത് വളരെയധികം നമുക്ക് മേലേക്ക് മനസ്സിൽ വരും. ഓക്കെ, ആ കുറേ കാലമായിട്ട് ശരിക്കും നമ്മൾ വിട്ടുകളഞ്ഞ കാര്യങ്ങളായിരിക്കും, എന്നാൽ പോലും ഈ സമയത്ത് അത് മേലെ നമ്മുടെ മനസ്സിലിങ്ങനെ കയറി വരും. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ശരിക്കും നിങ്ങൾ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ആൻഡ് ചിലത് ഹീലാക്കാനുണ്ട് നമുക്ക് എന്ന രീതിയിലാണ്. ഓക്കെ, സോ എനിവേ ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവിലേക്കും ഇതിലേക്കൊക്കെ പോകും. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ അത് പറയുന്നില്ല. എനിവേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, ചിലത് നമ്മൾ വളരാനുണ്ട്, ചിലത് മാറ്റാനുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള അവസാന സമയങ്ങളാണ്, ഈ ഇമോഷണൽ ടൈംസാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങളാണിത്. ഓക്കെ, സോ ഈ സമയത്ത് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് എല്ലാവരും ഇഷ്യൂസ് ഫേസ് ചെയ്യും. കാരണം നമ്മൾ പറയില്ലേ, ഇമോഷണലായിട്ട് നമുക്ക് ഒരു സ്നേഹം ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സന്തോഷം സമാധാനമൊക്കെ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ അതൊക്കെ നമ്മളെ വല്ലാതെ ട്രിഗർ ചെയ്യാം. അത് പ്രത്യേകിച്ച് ഈ പൗർണമി സമയത്തും ഇതിൽ അമാവാസി സമയത്തൊക്കെ വല്ലാതെ നമ്മൾ ട്രിഗർ വരും. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം, ഇനി ഹീലിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ തുടങ്ങാം ഞാൻ. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഫുൾ മൂൺ സമയത്ത് നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം റിലീസിങ് ആണ്. ഓക്കെ, റിലീസിങ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൂൺ നിൽക്കുന്നത് ഏറ്റവും വലുതായിട്ടാണ് അല്ലേ. ഓക്കെ, ഇനി അങ്ങോട്ട് മൂണ് ചെറുതായിട്ട് ഇല്ലാതെ ആവാൻ തുടങ്ങും. അമാവാസി സമയമാകുമ്പോഴേക്കും മൂണ് കാണില്ല. ഓക്കെ, എന്ന് വെച്ചാൽ മൂൺ എവിടെയും പോകണമെന്നില്ല, ബട്ട് നമുക്ക് കാണില്ല അല്ലേ, അതിൻ്റെ എനർജി കുറവാണ് എന്നർത്ഥം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സങ്കല്പം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഫുൾ മൂൺ സമയത്ത് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും വരുന്നത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു സമയമാണിത്. ഓക്കെ, അതായത് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതിയിട്ട് ബേൺ ചെയ്യാൻ പറയും. ഓക്കെ, അതിന് മുമ്പ്
ഓക്കെ, നിങ്ങൾ ഈ സമയത്ത് വളരെയധികം ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര വിട്ടുകളയാൻ ശ്രമിച്ചിട്ടും വിട്ടുകളയാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ഓർത്ത് സങ്കടം വരിക, വിഷമം വരിക, ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഓക്കെ, ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി കുളി കഴിഞ്ഞെങ്കിൽ ലേറ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നീടായാലും ചെയ്യാം, വൈകിട്ടായാലും ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് കുളിക്കുമ്പോൾ ഉപ്പിട്ട് കുളിക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് ഞാൻ പലതവണ പറഞ്ഞതാണ്. ഇത് പുതിയതായിട്ട് കാണുന്നു എന്ന് വിചാരിച്ച് ഞാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി വീണ്ടും നിങ്ങൾ കേട്ടോളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആദ്യം എന്ന് ചെയ്യേണ്ട കാര്യം, രാവിലെ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഉപ്പ് മിക്സ് ചെയ്ത് വെച്ച് നിങ്ങൾ കുളിക്കാം. ഓക്കെ, അത് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ മുമ്പ് തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ഉപ്പ് റെഡിയാക്കി വെക്കുക നിങ്ങളൊരു മഗ്ഗിൽ. ഓക്കെ, മഗ്ഗിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ എടുത്ത് നിങ്ങൾ ഉപ്പ് കുറച്ച് ഒരു സ്പൂൺ ഉപ്പൊക്കെ എടുക്കാം. ഓക്കെ, ഒരു സ്പൂണോ വലുതും എടുക്കാം. എടുത്തിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കാം. എന്നിട്ട് കുളിച്ച ശേഷം, അതായത് കുളി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സോപ്പ് ഇട്ട് കുളിക്കൽ ആദ്യം ചെയ്യാനാണ് പറയുന്നത്, അതിനു വേണ്ടി പറയാണ്. ഓക്കെ, സോ ആദ്യം തന്നെ എല്ലാം ശരിക്കും കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും ബാക്കി വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ ഈ ഉപ്പ് മിക്സ് ചെയ്യുക. അതിൽ ഉപ്പിൻ്റെ വെള്ളം മിക്സ് ചെയ്ത് അതിനെ നിങ്ങൾ മേത്തൊഴിക്കുക. ഓക്കെ, ദേഹത്തൊഴിക്കുക, തലയിൽ ഒഴിക്കരുത്, ദേഹത്ത് മാത്രം ഒഴിക്കുക. ഓക്കെ, കാരണം തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയാനുള്ള സാധ്യതയൊക്കെയാണ്, സോ ചെയ്യാതിരിക്കുക. ദേഹത്ത് മാത്രം ഈ ഉപ്പിൻ്റെ വെള്ളം നിങ്ങൾ മാക്സിമം പറ്റുന്നത് ഒരു ബക്കറ്റോളം, നിങ്ങൾക്ക് ആ ഒരു സ്പൂൺ മതി, വിരോധമൊന്നുമില്ല, അത്ര മതി, കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങളുടെ കുറച്ച് പേര് ചെയ്യാറുണ്ട്, അതിന് ദേഹത്ത് തേച്ച് വെച്ച് നിന്ന് കുളിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഉപ്പിൻ്റെ ഒരു എനർജി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, അത്രമാത്രം. ഓക്കെ, സോ മെയിൻ കാര്യം എന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അപ്സെറ്റായിട്ട് ഫീൽ ചെയ്യുന്നു, ഒരുപാട് വിഷമങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴായാലും ഇന്നത്തെ ദിവസമോ നാളെയോ ഒക്കെ നിങ്ങൾക്ക് ഈവൻ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ, ഈ പൗർണമിയും അമാവാസി മാത്രമല്ല, ഏത് ദിവസമായാലും നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ഡൗൺ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഓക്കെ, 100% മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ ഉപ്പിട്ട് കുളിക്കൽ നിങ്ങൾക്ക് ഒരു വളരെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഓർത്ത് വെക്കണം. ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇന്ന് പറയും, നാളെ ഞാൻ ഉണ്ടോ ഇല്ലേ അറിയില്ല, ഞാൻ പറയുമോ എന്നറിയില്ല. ഓക്കെ, സോ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുന്നവർ പ്ലീസ് ഓർത്ത് വെക്കുക. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ എഴുതി വെക്കൂ, എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, മറക്കരുത്. നിങ്ങൾ എപ്പോഴും റിമൈൻഡ് ചെയ്യാൻ, ഞാനെന്നല്ല, ചിലപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം, കേട്ടത് നിങ്ങൾ മറക്കാതിരിക്കാം. ഉപ്പിട്ട് കുളിക്കൽ ചെയ്യുക. ആൻഡ് അതിന് ശേഷം നിങ്ങളുടെ റൂമൊക്കെ പറ്റിയാൽ രാവിലെ ആയാലും ഓക്കെ, വൈകിട്ട് സ്പെഷ്യലി ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ വൈകിട്ട് ഒരു 6 മണിക്ക് 6:30ക്ക് ശേഷം, ഓക്കെ, നമ്മൾ അതായത് സന്ധ്യയ്ക്ക് ശേഷം 3 വരുന്ന സമയത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3 പുറത്ത് വരുന്ന ഒരു സമയം, ആ സമയത്ത് സൺസെറ്റിന് ശേഷം എന്ന രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, 6:30ക്ക് ശേഷം നിങ്ങൾ ഈ കുളിക്കാം ഒന്ന്, ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, സെക്കൻഡ് തിങ്, നിങ്ങൾ വീട് റൂം ഒക്കെ നിങ്ങൾ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എനിവേ വിളക്ക് കത്തിച്ച് വെക്കുക. ഓക്കെ, വിളക്കോ ക്യാൻഡിലോ പറ്റുന്നവർ കൊളുത്തി വെക്കുക. ആൻഡ് ചന്ദനത്തിരി അല്ലെങ്കിൽ സാമ്പ്രാണി അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഓക്കെ, എന്തെങ്കിലും പുക എല്ലാവിടെയും കാണിക്കുക, വീട്ടിലെല്ലാവിടെയും കാണിക്കുക. ഓക്കെ, അതൊക്കെ ക്ലെൻസിങ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. സോ ഇതൊക്കെ ചെറിയ റെമഡീസ് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. പൗർണമി ഇത് മാത്രമല്ല, എല്ലാ ദിവസവും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഒരുപാടൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ റെമഡീസ് യൂസ് ചെയ്യൂ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഓക്കെ റിലീസിങ്ങിനെ കുറിച്ച്. ഇനി നമുക്ക് റിലീസിങ്ങിലേക്ക് വരാം. റിലീസിങ് നിങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യയ്ക്ക് ശേഷം തന്നെയാണ്. ഓക്കെ, സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ ആ ഫുൾ മൂണിൻ്റെ എനർജി നമ്മൾ വരുന്ന സമയത്ത് നിങ്ങളിരുന്ന് ഒരു പേപ്പർ, ഞാൻ ഇവിടെ ബുക്ക് വെച്ചു, ഞാൻ എഴുതാൻ പ്ലാനൊന്നുമില്ല, ബട്ട് വെച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു പേപ്പർ എടുക്കാം. ഇങ്ങനത്തെ അല്ല, വലിയ പേപ്പർ എടുക്കൂ. വലിയ പേപ്പർ എടുത്ത് അല്ലെങ്കിൽ ബുക്കിൻ്റെ ഒരു പേജിൽ നിങ്ങൾ എഴുതൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ദേഷ്യങ്ങൾ എന്ത് തന്നെ തോന്നിയാലും, ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതായാലും, എന്ത് കാര്യം ഉണ്ടെങ്കിലും ശരി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല, എന്ത് തന്നെ കാര്യം ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ എഴുതാം. ഓക്കെ, നമ്മൾ യൂണിവേഴ്സിനോട് സംസാരിക്കുന്ന പോലെ എഴുതിക്കോളൂ. ഡിയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതുന്ന തരത്തിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഡിയർ ഗോഡ്, കൃഷ്ണ അല്ലെങ്കിൽ ദേവി, ആരെയായാലും വിളിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ അടച്ച് എഴുതിക്കോളൂ. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു ലെറ്റർ എഴുതൂ. ഓക്കെ, ഒരു ലെറ്റർ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള വാക്കോ കാര്യങ്ങളോ സാഹിത്യമോ ഒന്നും നോക്കണ്ട. ഓക്കെ, അതിനൊന്നുമല്ലത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പേപ്പറിലേക്ക് എഴുതുന്നു എന്ന് മാത്രം. കാരണം അത് എഴുതുന്നതിൻ്റെ ഒരു പവർ വേറെയാണ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അത് കാണുന്നതും ശരിക്കും അതിനെ വാക്കുകൾ കൊണ്ടൊരു നമ്മുടെ മുമ്പിൽ അതിങ്ങനെ ശരിക്കും വരികയാണ് അല്ലേ, ഒരു റിയാലിറ്റിയിൽ വരുന്ന പോലെയാണ്. അതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ എന്തൊക്കെ ഉണ്ടോ നിങ്ങളുടെ മനസ്സിലെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. ആൻഡ് അതിന് ശേഷം എഴുതിയ ശേഷം ഓക്കെ, ഐ റിലീസ് എവ്രിതിങ്
ടു യൂണിവേഴ്സ് എന്നുള്ളൊരു വാക്ക് എഴുതാൻ മറക്കരുത്, ഒരു സെൻറ്റൻസ് ലാസ്റ്റ് എഴുതാൻ മറക്കരുത്. ഐ റിലീസ് ഓൾ മൈ സാഡ്നെസ്, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ഈ വേദനകൾ എല്ലാം ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു, ഞാൻ നിനക്ക് വിട്ടു തരുന്നു എന്ന് പറയാം. ഓക്കെ, ഞാനിത് റിലീസ് ചെയ്ത് കളയുന്നു എന്ന് പറയാം. ഞാനിതിനെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു, നമ്മൾ പേപ്പറിലാക്കി ഞാനിതാ പറത്തി വിടുന്നു. ഓക്കെ, ഞാനിതാ നിനക്ക് തരുന്നു അല്ലെങ്കിൽ കളയുന്നു ഞാൻ എന്നൊരു രീതിയിൽ പറയാം. ആൻഡ് ഈ പേപ്പറിനെ നിങ്ങൾ ബേൺ ചെയ്യുക. ഓക്കെ, ഒരു ക്യാൻഡിൽ എന്തെങ്കിലും വെച്ചിട്ട് അടുത്ത് തന്നെ വെച്ച് അതിനെ കത്തിക്കുക, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് ചാരം പറത്തി കളയാം. ഓക്കെ, ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ തന്നെ എഴുതിയതിനെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, കയ്യിലൊന്ന് പിടിച്ചിരുന്നിട്ട് ഇതെൻ്റെ സങ്കടങ്ങളാണ്, എൻ്റെ മനസ്സാണ് ഞാനിവിടെ തരുന്നത് എന്ന് യൂണിവേഴ്സിനോട് പറയാം. അതിനുശേഷം അതിനെ കത്തിച്ച് നിങ്ങൾ പറത്തിക്കളയും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ കത്തിക്കാൻ പറ്റാത്തവർ കീറിയിട്ട് ജസ്റ്റ് ട്രാഷിലിട്ട് കളയേ. ആക്ച്വലി ടോയ്ലറ്റിൽ സൂക്ഷിച്ച് പേപ്പർ ഫ്ലഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിനെ എടുത്ത് കളയുന്ന പോലെയാണ്. ഓക്കെ, നമുക്ക് വേണ്ട ഇനി എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഇനി നിങ്ങളെ മനസ്സിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് കളയുക. ഓക്കെ, സോ എഴുതിയിട്ട് ബേൺ ചെയ്യുക. സോ റിലീസിങ് ലെറ്റർ എന്നാണ് അത് പറയുക, മറക്കരുത്. ഓക്കെ, സോ നമ്മുടെ മനസ്സിൽ, അതായത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടാത്തത്, എന്തൊക്കെയാണോ നമുക്ക് വേദനകളുള്ളത്, അതിനെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് ഇത് പറത്തി വിടുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാം. എന്നിലേക്ക് എനിക്ക് നല്ലത് എന്താണോ, എനിക്ക് സന്തോഷം കിട്ടാൻ, എനിക്ക് സമാധാനം കിട്ടാൻ, സന്തോഷമൊക്കെ പോട്ടെ, സമാധാനം, എനിക്ക് നല്ലത് എന്താണോ അതെനിക്ക് കൊണ്ടുവന്ന് തരാം, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ആ സമയത്ത്. ഓക്കെ, ഇതെല്ലാം എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറത്തി വിട്ടു, ഞാൻ കളഞ്ഞു. ഓക്കെ, ഞാൻ റിലീസ് ചെയ്ത് വിട്ടു. ഓക്കെ, ഇനി എനിക്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ എംപ്റ്റി ആയി അല്ലേ, നമ്മൾ എന്താ പറയുക, ശൂന്യമായി. ഓക്കെ, ഇനി നമ്മൾ പുതിയത് റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറാവാം. ഓക്കെ, എനിക്ക് നല്ലത് എന്താണോ അത് തരാം എന്ന രീതിക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, വിഷസ് ആയിട്ട് തന്നെ യൂണിവേഴ്സിനോട് പറയാം, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്നും പറഞ്ഞോളൂ, വിരോധമില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യും. സോ ഇന്നത്തെ ദിവസം മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ആൻഡ് ഞാൻ 1-2 മെത്തേഡ്, മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിവിടെ ഷെയർ ചെയ്യാം. സോ മറ്റേതും ഒക്കെ മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡൊക്കെ തന്നെയാണ്. ആദ്യം പക്ഷേ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. റിലീസിങ് എപ്പോഴും വളരെ പവർഫുള്ളാണ്. ആൻഡ് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മൂണിപ്പോൾ ഏറ്റവും വലുതായിട്ടാണ് നിൽക്കുന്നത്, പൗർണമി എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കയറി കളഞ്ഞത് അല്ലെങ്കിൽ എഴുതി നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞത്, ഇനി അതിൻ്റെ ആ ഒരു ഖനം കുറഞ്ഞ് മൂണിനെ പോലെ അതില്ലാതെയായി പോവും എന്നൊരു സങ്കല്പം, അതാണ് കാര്യം. ഓക്കെ, സോ റിലീസിങ് അതാണ്. ആൻഡ് അതിന് ശേഷം നമുക്ക് മാനിഫെസ്റ്റിങ്ങും ചെയ്യാം. ഓക്കെ, നാളെ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാം, ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ചെയ്തോളൂ, വിരോധമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഈ മൂണിൻ്റെ എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും 2-3 ദിവസമൊക്കെ ഉണ്ടാവും ശരിക്കും. ഫുൾ മൂൺ എന്നൊക്കെ പറയുമ്പോൾ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതിയുടെ ഉള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ മൂൺ അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല. സോ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചെയ്തോളൂ. ഇപ്പം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് മിസ്സായി എന്നൊന്നും ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് പാടില്ല ഒരു കാര്യത്തിനും. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ പറ്റിയില്ല, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ സങ്കടങ്ങൾ കൊണ്ട് നടക്കുന്നത്, എന്തിനാ വെറുതെ ടെൻഷൻസ് കൊണ്ട് നടക്കുന്നത്. ഇന്ന് സാധിച്ചില്ല, നാളെ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഒന്നും ഈ ലോകത്തുള്ള കാര്യങ്ങളൊന്നും എവിടെയും പോകുന്നില്ല, ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ആ ഒരു വിശ്വാസം നിങ്ങൾ വെക്കുക. ആൻഡ് ഇവിടെ നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്ന, യൂണിവേഴ്സിനോട്, ദൈവത്തിനോട് അല്ലേ. ആ ദൈവം എവിടെയും പോകുന്നുണ്ടോ? എവിടെയും പോകുന്നില്ല. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് യെസ്, മൂണിൻ്റെ എനർജി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യുക. ഓക്കെ, അത്രമാത്രം. ഓക്കെ, എനിക്ക് അതുകൊണ്ട് പറയാൻ പേടിയാണ്. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ചേച്ചി സമയം മിസ്സായി പോയി എന്ന് പറയും. വിഷമിക്കണ്ട. ഓക്കെ, ഒരു വിഷമവും വേണ്ട, പിന്നീട് ചെയ്തോളൂ. ഓക്കെ, ഓക്കെ, ശരി. ഇപ്പോൾ ഇതിലൊരു മെത്തേഡ്, ഒരു വിഷ് മാനിഫെസ്റ്റിംഗ് മെത്തേഡ് ബേ ലീഫ് വെച്ചിട്ടുള്ളത് ആദ്യം പറയാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വേണ്ടത് ബേ ലീഫ്. ഓക്കെ, ഇത് നിങ്ങളില്ലെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരം വരെ സമയമുണ്ട്, പറ്റിയാൽ വാങ്ങിക്കൊണ്ടുവരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, എനിക്ക് പേപ്പർ എടുത്തോളൂ കേട്ടോ. ഓക്കെ, അതും കൺഫ്യൂഷനൊന്നും വേണ്ട, വിഷമങ്ങൾ ഒരു കാര്യത്തിലും വിഷമം വേണ്ട. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ യൂസ് ചെയ്യാൻ പഠിക്കുക, നോ പ്രോബ്ലം. അത് നമ്മുടെ മനസ്സാണ് ഇവിടെ മെയിൻ. ഓക്കെ, അല്ലാതെ ഈ സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ യെസ് ചെറിയ അഡീഷണൽ ഹെൽപ്പാണ്. ഓക്കെ, ബട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ എടുക്കാം. ഓക്കെ, സോ ഇതിന് പകരം ഒരു പേപ്പർ എടുത്തോളൂ, ഇതില്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, പറ്റിയാൽ വാങ്ങി വയ്ക്കാം. ഓക്കെ, ആൻഡ് ബ്ലൂ പെന്ന് വേണം. ബ്ലൂ അല്ലെങ്കിൽ റെഡ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ എടുക്കാം. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഗ്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കരിയർ, മണി, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ റെഡ് കളർ നമ്മൾ സ്നേഹം, ലവ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് കളർ പെന്നാണ്. സോ ഇവിടെ ആക്ച്വലി ഞാൻ ഇന്ന് പറയാം, ഇപ്പം ഞാൻ റെഡ് ആയിരുന്നല്ലോ എടുക്കുന്നത്.
എഴുതുമോയെന്ന് എനിക്കറിയില്ല, നോട്ട് ഷുവർ. എന്താ പ്രശ്നം, വേണ്ട ഇത് ക്ലിയർ ആയി കാണില്ല, വല്ലാതെ പരക്കും. ഓക്കെ, ഞാനിത് യൂസ് ചെയ്യാം. ഓക്കെ, റെഡ് കളറാണ് ഇപ്പം ഞാൻ എടുത്ത് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇത് ഞാൻ വിഷ് എന്ന രീതിക്കാണ്, വിഷിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ബ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് യൂസ് ചെയ്യാം. ഗ്രീൻ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പൈസയുടെ എന്തെങ്കിലും കാര്യങ്ങളാണ്, ജോലിയുടെ എന്തെങ്കിലും കാര്യങ്ങളാണ്, ഹെൽത്തിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യാം. ഓക്കെ, ലവ് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിന് റെഡ് യൂസ് ചെയ്യാം. സാധാ അല്ലെങ്കിൽ വെറും വിഷ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ബ്ലൂ എടുത്തും ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇവിടെ ഇതിൽ നമ്മൾ ബേ ലീഫ് എടുത്തിട്ട്, ഓക്കെ, ആദ്യം തന്നെ ക്യാൻഡിലോ അല്ലെങ്കിൽ വിളക്കോ കൊളുത്തി വെക്കാൻ ശ്രമിക്കുക. അതിന് മുമ്പിലിരുന്ന് പറ്റിയാൽ ചെയ്യൂ കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ഇതിൻ്റെ മേലെ ഞാൻ എഴുതാൻ പോകുന്നത്, സോറി, ഓക്കെ, ഇവിടെ ആദ്യം ഈ ഭാഗത്ത്, ഈ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗത്ത്, ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതാം, യുവർ നെയിം. ഓക്കെ, ഇത് നിങ്ങളുടെ വിഷാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത്. അതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. യുവർ നെയിം, ഓക്കെ, ആൻഡ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതാം. ഓക്കെ, ആൻഡ് ഇതിനെ ഇങ്ങോട്ട് തിരിച്ച ശേഷം ബാക്ക് സൈഡിൽ നിങ്ങളുടെ വിഷ് എഴുതാം, നിങ്ങൾക്കുള്ള ആഗ്രഹം. ഓക്കെ, ഇതിവിടെ നമ്മൾ വിഷ് ആയിട്ടാണ് എഴുതുന്നത്, ഓൾറെഡി കിട്ടി എന്ന രീതിയിലല്ല, നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന പോലെയാണ്. സോ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാം. ലൈക്ക് ഇവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ആണോ ആഗ്രഹിക്കുന്നത്, ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും വ്യക്തിയുമായിട്ട് നല്ല ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹമുണ്ട്, അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, അല്ല ജോലിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഗ്രീൻ പെൻ വേണമെങ്കിൽ അതിന് യൂസ് ചെയ്തോളൂ. ഓക്കെ, ഗ്രീൻ പെൻ യൂസ് ചെയ്തിട്ട് ജോലിയുടെ കാര്യത്തിൽ എനിക്ക് ഇന്ന ജോലി എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് എഴുതാം. അല്ലെങ്കിൽ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്തെങ്കിലും പണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് വേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് എഴുതാം. എനിക്ക് ഇത്ര എമൗണ്ട് എനിക്ക് ആവശ്യമാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് ഇത്ര ഒരു എമൗണ്ട് വേണം എന്ന രീതിക്ക് എഴുതാം. ഓക്കെ, സോ നമ്മൾ വിഷ് യൂണിവേഴ്സിനോട് പറയുകയാണ്. ഓക്കെ, എനിക്ക് ഇന്ന ആഗ്രഹമാണ് എന്നുള്ളത് പറയുകയാണ് കേട്ടോ. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു കോഡ് നമ്പർ ഞാൻ തരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലൈനിൽ ഇവിടെ നിങ്ങളുടെ വിഷ് എഴുതാൻ ശ്രമിക്കുക. ആൻഡ് അതിന് ശേഷം താഴെ സ്പേസിൽ കുറച്ച് ലോങ് നമ്പറാണ് ഞാനത് നിങ്ങൾ ഫോട്ടോ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ട് ഇവിടെ കൊടുത്തു വെക്കാം. ഫോട്ടോ 7347228994. ഓക്കെ, വേറെ നമ്പർ കൂടി ഉണ്ട്, താഴെ എഴുതണം 28 എന്നുള്ളതാണ് 28. ഓക്കെ, സോ ഇത് ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ ക്ലിയർ ആവില്ല, ഞാൻ വേറൊരു ഫോട്ടോ ആയിട്ട് തന്നെ ഞാൻ കൊടുക്കാം. ഓക്കെ, സോറി. സോ ഇവിടെ വിഷ് എഴുതാം. ഓക്കെ, ഒരു ഭാഗത്ത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റേ ഭാഗത്ത് നിങ്ങളുടെ ആഗ്രഹം ആൻഡ് ഈ ഒരു കോഡ് നമ്പർ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഇതിനെ പറയുന്നത് സ്വിച്ച് കോഡ് എന്നാണ്. ഓക്കെ, സ്വിച്ച് കോഡ് എന്ന് പറയും, സ്വിച്ച് നമ്പർ എന്ന് പറയും. അതായത് ഇത് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്പേഴ്സ്, ലക്കി നമ്പേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റിംഗ് നമ്പേഴ്സ് എന്ന് വിളിക്കും ഇതിനെ. ഓക്കെ, സോ മാനിഫെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അത് ഉണ്ടാക്കുന്ന ഒരു സ്പെസിഫിക് മെത്തേഡൊക്കെ ഉണ്ട് അതിൻ്റെ. സോ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട. ഓക്കെ, ഇത് പവർഫുൾ നമ്പേഴ്സാണ്, സ്വിച്ച് നമ്പേഴ്സാണ്, സ്വിച്ച് കോഡാണ്. സോ ഇത് നിങ്ങൾ എഴുതിയിട്ടാണ്, ഇവിടെ 28 എന്നുള്ളതുകൊണ്ട് അത് വേറെ നമ്പറാണ്. സോ അങ്ങനെ തന്നെ എഴുതും. ഓക്കെ, എഴുതിയിട്ട് ഇതിനെ നിങ്ങൾ ഇരിക്കുന്ന അവിടെ തന്നെയോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒരു പുറത്ത് കൊണ്ടുപോയിട്ടോ നിങ്ങൾ ഇതിനെ കത്തിച്ച് പറത്തിക്കളയാം. ഓക്കെ, അത് ഒരു മെത്തേഡ്. ദിസ് ഇസ് ഒരു വിഷ് മാനിഫെസ്റ്റിംഗ് മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം നമ്മൾ റിലീസ് ചെയ്തു, ഇപ്പം നമ്മളൊരു വിഷും ചെയ്തു. ഓക്കെ, സോ നമ്മൾ ആദ്യം മനസ്സിന്ന് എല്ലാം മാറ്റി, എല്ലാ സങ്കടങ്ങളും ടെൻഷനും വിഷമങ്ങളും ഒക്കെ മാറ്റി. ഓക്കെ, അതിന് ശേഷം നമ്മൾ നല്ലത് നമ്മളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനിയൊരു മെത്തേഡിന് വേണ്ടത് എനിക്ക് പേപ്പറാണ്. ഓക്കെ, പേപ്പർ ആൻഡ് അഗൈൻ ബ്ലൂ പെൻ, റെഡ് പെൻ, ഗ്രീൻ പെൻ, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു എന്തിനൊക്കെ ഉള്ളതാണെന്ന്. സോ നിങ്ങൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇന്ന് നമ്മൾ അതിൻ്റെ വേണ്ടത് ഒരു ഗ്ലാസ് വേണം, ഒരു കുപ്പി ഗ്ലാസ്. പറ്റിയാൽ കുപ്പി ഗ്ലാസ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയ ഗ്ലാസ് മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളായാലും എടുക്കാം. ഓക്കെ, ഒരു ചെറിയൊരു കുപ്പിയുടെ ബൗളാവാം, അല്ലെങ്കിൽ ഒരു പഴയ ജാറാവാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഒരു കുപ്പിയുടെ ആവണം, ഗ്ലാസിൻ്റെ ആവണം. ഓക്കെ, ആൻഡ് അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങളിവിടെ റെഡിയാക്കി വെക്കുക. ഞാൻ കൊണ്ടുവന്നില്ല. ഓക്കെ, സോ ഇവിടെ വെള്ളം നിറച്ച് ഒരു ഗ്ലാസ് ജാറോ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ വെള്ളം ഒഴിച്ച് നിങ്ങൾ റെഡിയാക്കി ഇവിടെ വെക്കാം. ആൻഡ് ഒരു പേപ്പർ എടുക്കാം, ചെറിയ പീസ് പേപ്പർ മതി ഇതിന്. ഓക്കെ, വലുത് വേണ്ട, ചെറിയ പീസ് പേപ്പർ എടുക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതാം. നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ ആഗ്രഹമല്ല, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നേടി എന്ന രീതിക്കൊരു ഇതാണ് എഴുതാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ, ഐ ആം താങ്ക്ഫുൾ
താങ്ക്ഫുൾ എപ്പോഴും നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ദൈവത്തിനോട് കേട്ടോ. എന്ത് പറയുമ്പോഴും നമുക്ക് കിട്ടി എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഐ ആം താങ്ക്ഫുൾ, അതായത് നമുക്ക് തരും, കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മൾ കാണിക്കുന്നത്. താങ്ക്ഫുൾ ഫോർ റുപ്പീസ്, അല്ലെങ്കിൽ ഡോളർ എഴുതാൻ, റുപ്പീസ് 10,000 ഇൻ മൈ അക്കൗണ്ട്. ഓക്കെ, അതായത് എൻ്റെ അക്കൗണ്ടിൽ 10,000 രൂപ വന്നു, അതിന് എനിക്ക് നന്ദിയുണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളൂ, ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഐ ആൻഡ് അല്ലെങ്കിൽ ഐ ആം താങ്ക്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമില്ല. ഐ ആൻഡ് മൈ പേഴ്സൺ ആർ ഹാവിങ് വെരി ഗുഡ്, സോറി ഞാൻ വെറുതെ എഴുതാണ്, റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് എഴുതിക്കോളൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ. അതായത് നിങ്ങൾ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല സ്നേഹമുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സൺ എന്നെ വിളിച്ചു, സംസാരിച്ചു, എന്ത് തന്നെ നിങ്ങൾക്ക് എഴുതണമെങ്കിലും. ഓക്കെ, ഐ ആം താങ്ക്ഫുൾ ദാറ്റ് മൈ പേഴ്സൺ കോൾഡ് മീ, ഐ ആം താങ്ക്ഫുൾ ദാറ്റ് വി മെറ്റ്, നമ്മൾ കണ്ടുമുട്ടി, ഞങ്ങൾ സംസാരിച്ചു. ഓക്കെ, അതിനൊക്കെ എനിക്ക് നന്ദിയുണ്ട് എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതിന് നന്ദി പറയാം, താങ്ക് യു എന്ന് യൂണിവേഴ്സിനോട് നമ്മളെപ്പോഴും പറയാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഒന്ന് എഴുതിയാൽ മതി, ഒരു കാര്യം മാത്രം എടുക്കുക. ഓക്കെ, ഇതിൽ എല്ലാം എഴുതണ്ട, നിങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ആലോചിച്ചോളൂ. ഓക്കെ, അടുത്ത ഫുൾ മൂണിന് അടുത്ത കാര്യം ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ എടുക്കുക, അതിൻ്റെ വിഷല്ല ഇത് നമ്മൾ വിഷാണ്, പക്ഷെ എഴുതുന്നത് ഓൾറെഡി നമ്മൾ കിട്ടിയ രീതിയിലാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം ഓക്കെ, ഇതിനെ നമ്മൾ പേപ്പറിനെ ഇങ്ങോട്ട് മടക്കണം നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, സോ നമുക്ക് റിസീവ് ചെയ്യാണ്, നമുക്ക് വേണം അല്ലേ, അപ്പോൾ ഇങ്ങോട്ടാണ് എപ്പോഴും പേപ്പർ മടക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ 1 2 അതും അഗൈൻ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ മടക്കാം. ഓക്കെ, ചെറുതായിട്ട് മടക്കാം, നിങ്ങളുടെ ഗ്ലാസ്സോ ബൗളിനോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മടക്കാം. ഓക്കെ, ആൻഡ് നമ്മുടെ ഗ്ലാസ് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ, നമ്മളെടുത്ത് വെച്ച വെള്ളത്തിൽ ഈ പേപ്പർ ഇട്ട് വയ്ക്കാം. പേപ്പറിനെ നല്ലോണം ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ആൻഡ് അതിലൊരു ലേശം ഉപ്പ് കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ലേശം മതി, ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഓക്കെ, അതുകൂടി, സോറി ഞാൻ അത് പറയാൻ വിട്ടുപോയി, ഉപ്പ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഉപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ട് ആ ഗ്ലാസ് അല്ലെങ്കിൽ ആ ജാർ അല്ലെങ്കിൽ ആ ബൗൾ നിങ്ങളെടുത്ത് നിങ്ങളുടെ ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂണിൻ്റെ വെളിച്ചം കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം, കറക്റ്റായിട്ട് മൂണ് നിങ്ങളുടെ വിൻഡോവിൻ്റെ പുറത്തുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഓക്കെ, ചെയ്തോളൂ. അല്ലാത്തവർക്ക് നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ വിൻഡോവിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ടേബിളിൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ജനലിൽ കൂടെ കുറച്ച് വെളിച്ചം വരുന്ന രീതിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയോ എവിടെയെങ്കിലും വെച്ച് വയ്ക്കാം. ഓക്കെ, അതായത് നമ്മൾ ചാർജ് ചെയ്യുകയാണ് ഇതിന്, ഈ ആഗ്രഹത്തിനെ നമ്മൾ യൂണിവേഴ്സിന് ഒരു ചാർജ് ചെയ്യുന്ന ആ മൂണിൻ്റെ എനർജി കൊണ്ട് ചാർജ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് നെക്സ്റ്റ് ഡേ രാവിലെ നിങ്ങളെടുത്ത് ഇതിനെ ഈ പേപ്പർ അപ്പോഴേക്കും കുറച്ച് ഇതായിട്ടുണ്ടാവും, വേണമെങ്കിൽ അതിനൊന്ന് ഇളക്കി വിട്ട്, കുറച്ചുകൂടി ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒന്ന് പേപ്പർ ഇളക്കി വിട്ട് കുറച്ചുകൂടി ഒന്നതിന് അലിയിപ്പിച്ചിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞു ചെറിയ പേപ്പർ മതിയെന്ന്. ആൻഡ് അതിനെ എടുത്തുകൊണ്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ എവിടെയെങ്കിലും ഒഴിച്ചാൽ മതി. ഓക്കെ, അതില്ലാത്തവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിങ്കിലൊഴിച്ച് കളഞ്ഞോളൂ, വേറെ നിർത്തിയില്ല. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ സിങ്കിലൊഴിച്ച് കളയൂ, ടോയ്ലറ്റിൽ ഒഴിക്കരുത്. ഓക്കെ, സിങ്കിലൊഴിച്ച് കളയുക, നമ്മുടെ വാഷ് ബേസിനിൽ ഒഴിച്ച് കളയുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് പറ്റുന്നവർ നിങ്ങളുടെ ഒരു ചെടിയിലോ ചട്ടിയിലോ പുറത്തുള്ള ചെടിയിലോ എവിടെയെങ്കിലും പൂ വരുന്ന ഏതെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിച്ച് ആ വെള്ളത്തിന് അങ്ങോട്ട് ഇതാക്കി വിടാം. അതിന് പറ്റുകയാണെങ്കിൽ പേപ്പർ അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പേപ്പറിനെ ഒന്ന് മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കി വിട്ടാൽ മതി. ഓക്കെ, സോ അതവിടെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച പോലെ കണക്കാക്കാം. അത് പിന്നെ നിങ്ങളുടെ ആഗ്രഹം വളർന്നു വരുന്ന പോലെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ അത് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, അത് വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് സ്വിച്ച് കോഡ്സ് കൂടി ഞാൻ തരാം, അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഇമേജായിട്ട് ഞാനിവിടെ ഇട്ട് വയ്ക്കാം. നിങ്ങളത് നോക്കിയിട്ട് ബേ ലീഫിൽ നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. എനിക്ക് ബേ ലീഫിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതാനുള്ളതാണ്. അതിപ്പോൾ സ്നേഹത്തിനാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലിവിടെ യുവർ നെയിം ഇതൊക്കെ എഴുതി, അതിന് പകരം ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹം മാത്രം എഴുതാം. ആഗ്രഹം, അതായത് നിങ്ങൾക്ക് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എഴുതി വിഷ് എഴുതാം, ആഗ്രഹം എഴുതാം. ആൻഡ് അതിൻ്റെ താഴെ ഞാൻ തരുന്ന ഒരു നമ്പർ എഴുതാം. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും പൈസ സ്റ്റക്കായി അല്ലെങ്കിൽ എന്ത് കാര്യമാണ്, ഞാനതിവിടെ ഒരു ഇമേജായിട്ട് നിങ്ങൾക്ക് കൊടുത്തു വയ്ക്കാം. സോ അതും കുറച്ച് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ആണ് ഇതെല്ലാം. എനിക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ കുറച്ചെണ്ണം നിങ്ങളോടൊന്നും ഇപ്പോൾ ഷെയർ ചെയ്യുന്നു മാത്രം. അതിന് മുമ്പ് പക്ഷേ റിലീസിങ് ഓർമ്മ വയ്ക്കുക. ആൻഡ്
ഈ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന ഇമേജസ് ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇടാൻ പോകുന്ന ഇമേജിൽ അതിൽ കൊടുത്ത കാര്യം, അതായത് ലവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതാം, നിങ്ങളുടെ വിഷ് എഴുതാം. ഓക്കെ, ആ വിഷ് എഴുതിയിട്ട് നിങ്ങൾ ബേ ലീഫിൽ നമ്പർ, ഒരു കോഡ് ഞാൻ തരും, ആ കോഡ് എഴുതാം, അതിനുശേഷം അതിനെ കത്തിച്ച് കളയാം. ഓക്കെ, സോ അതാണ് വേണ്ടത്. സോ ആ രീതിക്ക് നിങ്ങൾക്ക് ഞാൻ 2-3 കാര്യങ്ങളുടെ ഞാൻ കൊടുത്തു വയ്ക്കാം. ലവിൻ്റെ കൊടുക്കാം, പൈസ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനുള്ളത് ചെയ്ത് തരാം, ജോബിൻ്റെ തരാം. ഓക്കെ, എന്തെങ്കിലും നോർമൽ വിഷസിൻ്റെ ഒന്നുകൂടി വേറെ നമ്പർ കൂടി തരാം, ആൻഡ് എക്സാമിൻ്റെ സക്സസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും തരാം. ഓക്കെ, സോ ഒരു 5-6 നമ്പേഴ്സ് ഞാൻ തരാം, അത് നിങ്ങൾ യൂസ് ചെയ്ത് ഓരോ സെപ്പറേറ്റ്, ആക്ച്വലി നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ വേണമെങ്കിൽ ഒരു 5-6 സെപ്പറേറ്റ് ബേ ലീഫ് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം മതിയെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ സമയത്ത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ഒന്ന്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഈ സമയത്ത് റിയാക്ട് ചെയ്യാതിരിക്കുക, പേഴ്സണുമായിട്ട് അധികം കോൺടാക്റ്റും സംസാരവും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ഈ സമയത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ട്രിഗേഴ്സ് കൂടുതൽ വരും. കാരണം നിങ്ങളും ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്, അവർക്കും ഉണ്ടാവും ഇമോഷണലൊക്കെ, പക്ഷെ അവർക്കത് എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. ഓക്കെ, സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. സോ മാക്സിമം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ആൻഡ് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ മേലെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ശരിയാക്കാനുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, അവിടെ ചിലപ്പോൾ നിങ്ങളുടെ സെൽഫ് വാല്യൂവിൻ്റെ ആയിരിക്കാം, സെൽഫ് ലവിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അവിടെ മനസ്സിലാക്കാനുണ്ടാവും. ഓക്കെ, സോ അതൊന്ന് ഞാൻ ഈ നിങ്ങൾ കുറച്ച് ഗൈഡൻസ് ആയിട്ട് കൂടി ഇട്ടേക്കാം. ഒരു സെക്കൻഡ്. എൻ്റെ ഓക്കെ, ലെറ്റ്സ് ടേക്ക് ജസ്റ്റ് കുറച്ച് മെസ്സേജസ് യൂണിവേഴ്സ് നിങ്ങളിൽ ഇന്ന് ഈ ഫുൾ മൂൺ സമയത്ത് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത്? ഫിയർ, ഹങ്കർ, ഫുൾ മൂൺ. ഓക്കെ, ആൻഡ് അക്സെപ്റ്റൻസ്, പ്ലഷർ, ക്രിയേഷൻ, ബാലൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തിനോട്. ഓക്കെ, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ കാര്യത്തിനും. നമുക്ക് എന്ത് കിട്ടിയാലും ഈവൻ കിട്ടുന്നതിന് മുമ്പേ തന്നെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആക്ച്വലി ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ അതിനൊക്കെ നന്ദി പറയുക യൂണിവേഴ്സിനോട്. ഓക്കെ, ആൻഡ് ബാലൻസ് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈഫിനെ തന്നെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, എപ്പോഴും ഇമോഷണൽ കൂടുതലായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രാക്ടിക്കൽ ആവുന്നു എന്ന് തോന്നുമ്പോൾ കുറച്ചൊന്ന് ഇമോഷണലും വേണം എന്ന രീതിയിലാണ് എപ്പോഴും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അത് മാത്രമല്ല, ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് വരും എന്ന രീതിക്ക് പറയുന്ന പോലെയാണ്. അതായത് കാര്യങ്ങളെല്ലാം നമ്മൾ പറയില്ലേ ശരിയായിട്ട് വരും എന്ന രീതിക്ക് ഒരു ഇൻഫർമേഷൻ കൂടി ഉണ്ട് ഇവിടെ. ഫിയർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പേടികളുണ്ട്, ഒരുപാട് ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതായത് നിങ്ങൾ പോരാ, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ, നിങ്ങൾ എവിടെയോ പെട്ട് നിൽക്കുകയാണെന്നുള്ള തോന്നൽ, സ്റ്റക്കായി നിൽക്കുക എന്നുള്ള തോന്നൽ, അങ്ങനത്തെ കുറേ പേടികളുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അവനവനെ തന്നെ മേ ബി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം, എവിടേക്കോ കുറേ പേടികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ഇവിടെ ഹങ്കർ കാണുന്നുണ്ട്. നിങ്ങൾ നമ്മൾ പറയാം ഹങ്കർ എന്ന് പറഞ്ഞാൽ എന്താ, വിശപ്പ് എന്ന് പറയുമ്പോൾ അതിന് വേറെ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്കൊരു എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം എന്ന രീതിയിൽ, അതിന് വേണ്ടി ഒരു ഹങ്കർ വേണം എന്ന് പറയും, നമുക്കൊരു വിശപ്പ് തോന്നണം എന്ന് പറയും. ഫുഡ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് വേണം എന്ന് നമ്മൾ വിശപ്പിനെ ഓർത്തിട്ടായിരിക്കും നമ്മൾ ഫുഡ് തേടി പോകുന്നത് അല്ലേ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ പോകണം. ഓക്കെ, ആ ഒരു അതിനെ ചേസ് ചെയ്ത് നിങ്ങൾ പുറകെ പോയേ പറ്റൂ. ഓക്കെ, സോ ഇത് പറയുന്ന പേഴ്സണിനെ ചേസ് ചെയ്യുന്ന കാര്യമല്ല, റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണം, നിങ്ങൾക്ക് നല്ലത് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നേടിയെടുക്കാനുള്ള ഒരു വിശപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ഇവിടെ അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. സോ യെസ്, ഇവിടെ ആക്ച്വലി കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിയൂണിയൻ എന്ന രീതിക്ക് ഒരു എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എവിടെയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആയിരിക്കാം, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവൂ എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും. സോ അത് സ്വീകരിക്കാൻ തയ്യാറാവൂ എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടിയാണ്. പ്ലഷർ എന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ യെസ്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ, ഓക്കെ, നിങ്ങൾ ലൈഫിൽ സന്തോഷങ്ങൾ ഉണ്ടാവും എന്നൊരു മെസ്സേജ് നമുക്കിവിടെ ഉണ്ട്.
എന്തിലും നിങ്ങൾ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതും ഒരു കാര്യം. ക്രിയേഷൻ കാണുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ആക്ച്വലി എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഈ പേടികളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ പേടികൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ്. ഓക്കെ, ആ പേടികൾ നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ്. എൻ്റെ അതുപോലെ ഈ ഒരു ഹങ്കർ, അതായത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു ആഗ്രഹം കൊണ്ടുവരൂ. യെസ്, എനിക്കിത് വേണം 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 എന്ന രീതിയിൽ നിങ്ങളൊന്ന് ആ ആഗ്രഹം കൊണ്ടുവരൂ. അതിന് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഹങ്കർ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ യെസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരും എന്ന രീതിയിലും കാണുന്നുണ്ട്. സോ യെസ്, സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ആക്ച്വലി നിങ്ങളുടെ തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ യെസ്, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ സമയങ്ങൾ, ഈ ഫുൾ മൂണിൻ്റെയൊക്കെ സമയങ്ങൾ യൂസ് ചെയ്യുക. ആക്ച്വലി മാനിഫെസ്റ്റേഷനൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് പേടികളുണ്ടെങ്കിൽ റിലീസ് ചെയ്ത് കളയുക. യെസ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞു, റിലീസ് ചെയ്ത് കളയുക നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, റിലീസ് ചെയ്ത് കളയുന്ന നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നതും വിഷമങ്ങളും പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പേടികൾ കൂടി നിങ്ങൾ റിലീസ് ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലെ തടസ്സങ്ങൾ എന്താണ്? എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിൽ സ്റ്റക്കാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതൊക്കെ എഴുതി റിലീസ് ചെയ്യൂ. ഓക്കെ, എന്നെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്താണോ ലൈഫിൽ അതെല്ലാം ഞാൻ റിലീസ് ചെയ്യുന്നു എന്നെഴുതൂ. ഓക്കെ, എഴുതിയിട്ട് കത്തിച്ച് കളയൂ. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതുമൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് വിടുക എന്നാണ് പറയുന്നത്. ആൻഡ് അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു ഫ്രീ മൈൻഡ്, നിങ്ങൾക്ക് കുറേ ഫ്രീ ആവാൻ തുടങ്ങും. ആൻഡ് ആ ഫ്രീഡം വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ചേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, സോ അതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. ഞാൻ ഇത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തതല്ല, ബട്ട് എനിക്കറിയാം കുറേ പേര് ഗൈഡൻസ് നോക്കാറുണ്ടെന്ന്. ഇനി ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേടികൾ റിലീസ് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ ട്രൈ. ഓക്കെ, ഒരു കാര്യം സോറി ഞാൻ വിട്ടുപോയി പറയാൻ. ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ, ബട്ട് ഇന്നത്തെ ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, റിലീസിങ് ഒക്കെ ചെയ്യുന്നത് ഒരു സന്ധ്യയ്ക്ക് ശേഷം ചെയ്യാം. ഓക്കെ, 6:30ക്ക് ശേഷം ചെയ്യാം. ഓക്കെ, ആൻഡ് ഉപ്പിട്ട് കുളിക്കലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാം ട്രൈ ചെയ്യാം. എല്ലാവരും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.